നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ CPM-ന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന തലവേദന എന്ന് പറഞ്ഞാൽ പോരാ, ദ്രോഹം ചില്ലറയല്ല. ശരിക്കും ഇപ്പോൾ പത്മകുമാറിനെ ഭയന്നാണ് പിണറായി വിജയൻ വരെ ഇരിക്കുന്നതെന്നാണ് CPM നേതാക്കൾ അടക്കം പറയുന്നത്. ജയിലിൽ കിടക്കുന്ന പത്മകുമാർ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നാണല്ലോ പ്രമാണം. ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന് ഇനി മേൽ കീഴിൽ നോക്കാനില്ല. അദ്ദേഹം എന്തും വിളിച്ചു പറഞ്ഞു കളയും, എന്തും സ്പെഷ്യൽ അന്വേഷണ സംഘത്തോട്, പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു കളയും. ആ ഒരു ഭീതി എല്ലാവർക്കും CPM-ലെ എല്ലാ നേതാക്കൾക്കും ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് വരിക? കാരണം പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കടപ്പാട് ഹൈക്കോടതിയോട് മാത്രമാണ്, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിക്ക് മുന്നിലാണ്, അതുകൊണ്ട് മറ്റൊരു സമ്മർദ്ദത്തിനും വിധേയരാകരുത് എന്ന് ഉറപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് യാതൊരു രാഷ്ട്രീയ പരിഗണനയും ഇക്കാര്യത്തിൽ കാണിക്കുക വയ്യ. അതും പാർട്ടിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ അന്തം വിട്ട പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് എന്താണ് വരിക? ഇതാണ് ഇപ്പോൾ CPM-നെ അക്ഷരാർത്ഥത്തിൽ കുഴക്കുന്നത്. കടകംപള്ളിയുടെ പേര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ പേര് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റു ചില CPM നേതാക്കളുടെ പേരുകൾ പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ഏതായാലും പത്മകുമാർ വഴി കിട്ടുന്ന പണി ഒരു അന്യായ പണിയായിരിക്കുമെന്ന് CPM-ന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നിൽക്കുന്നത്. കാരണം വാസുവിനെ ആദ്യം തന്നെ CPM തള്ളിപ്പറഞ്ഞു. വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ CPM അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. വാസുവിൻ്റെ കെടുകാര്യസ്ഥയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അദ്ദേഹത്തിന് വീഴ്ചയുമാണ് എന്നുള്ള കാരണം എന്നൊക്കെ CPM തള്ളിപ്പറഞ്ഞെങ്കിലും പത്മകുമാറിനെ തള്ളിപ്പറയാൻ ഇതുവരെ CPM തയ്യാറാകാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ഭയം. കാരണം ഈ റിപ്പോർട്ട് പത്മകുമാറിന് കൊടുക്കുന്ന മൊഴി ഉൾപ്പെടെയുള്ളത് എത്തുന്നത് ഹൈക്കോടതിയുടെ മുന്നിലേക്കാണ്. ഹൈക്കോടതി വീണ്ടും കേസെടുത്ത് അന്വേഷിക്കാൻ ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഉത്തരവിട്ടാൽ ഈ മൊഴിയിൽ പേര് പരാമർശിച്ചിട്ടുള്ള പലരും വീണ്ടും തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് പത്മകുമാർ നാവെടുത്ത് എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയമാണ്. കാരണം കടകംപള്ളിയുടെ തലയ്ക്കുമീലെ ഡെമോക്രസിൻ്റെ വാർഡ് പോലെ ഇത് തൂങ്ങി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. കടകംപള്ളിയെ മാത്രമല്ല മറ്റ് പലരെയും ചോദ്യം ചെയ്തേക്കാമെന്നുള്ള സൂചനയുണ്ട്. ഏതായാലും കടകംപള്ളിക്കെതിരെ അങ്ങനെ വരുന്നത് CPM-ന് സങ്കല്പിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പത്മകുമാർ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതും അവരുടെ പ്രമുഖനായ നേതാവ് മുൻ MLA-യുമായ വ്യക്തി സ്വർണ്ണപ്പാളി സ്വർണ്ണ മോഷണ വിഷയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എന്ത് വന്നാലും അത് CPM-ന് തെരഞ്ഞെടുപ്പിൽ തലവേദനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് തലവേദനയായിരിക്കുമെന്ന് പാർട്ടിക്ക് നന്നറിയാം. അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് അരുതാത്തതൊന്നും വീഴല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും CPM നേതാക്കളിൽ പലരും. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അല്പമൊന്ന് ആശങ്കയിലാണെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ പത്മകുമാർ നടുക്കടലായിരിക്കുമ്പോൾ പിന്നെ അദ്ദേഹം ഏത് കച്ചിത്തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കുമല്ലോ. അപ്പോൾ ആരുടെ പേര് പറഞ്ഞാലാണ് ഊരിപ്പോരുക എന്നുള്ളത് പത്മകുമാറിന് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഊരിപ്പോരാൻ മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ആരുടെ പേരും പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് വന്നേക്കാം. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അല്പം ആശങ്കാകുലനാണ്. കാരണം കടകംപള്ളിയുടെ പേരൊക്കെ അദ്ദേഹം പറയുകയും അത്തരത്തിലുള്ള ഒരു നീക്കം അദ്ദേഹത്തിനെതിരെ തൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആൾക്കാർ നടക്കുകയും ചെയ്താൽ പിന്നെ ജനങ്ങളുടെ മുന്നിൽ കടകംപള്ളിയോടോ പത്മകുമാറിനോടോ എന്തെങ്കിലും വ്യക്തിപരമായൊരു കാര്യമൊന്നും പിണറായി വിജയൻ ഉണ്ടായിട്ടല്ല. പക്ഷേ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായിട്ട് CPM-നെതിരെ ഉപയോഗിക്കപ്പെടും. കാരണം മൂന്നാം ഭരണം എന്നുള്ള ഏറെക്കുറെ സ്വപ്നം പൂവണിഞ്ഞു എന്ന് തന്നെ പല CPM-കാരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ മെയ് 25-ാം തീയതി പിണറായി വിജയൻ മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന CPM-കാർ പോലും ഉണ്ട്. അതുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് വീഴാൻ പോകുന്നത്, വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? നേരത്തെ ശിവശങ്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല, അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല. പത്മകുമാർ CPM-ന്റെ നേതാവ്, സമുന്നതനായ നേതാവാണ്. ആ സമുന്നതനായ നേതാവ് വേറൊരു സമുന്നതനായ നേതാവിൻ്റെ പേരുകൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ CPM-ന് ഏതായാലും നിസ്സാര തലവേദനയല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത്. പത്മകുമാർ എങ്ങാനും പണി പറ്റിക്കുമോ, എങ്ങാനും പത്മകുമാർ പണി തരുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ CPM നേതൃത്വം.